തുർക്കിയിലെ ഒരു ദിവസം നമുക്ക് കാണാം ഈ ഒരു വീഡിയോയിലൂടെ. കുറേ ആളോട് പറഞ്ഞിട്ടുണ്ട് തുർക്കി ഒന്ന് മര്യാദയ്ക്ക് കാണുന്നുണ്ട്. അപ്പോൾ തുർക്കിയിൽ നമ്മൾ വണ്ടിയൊന്നും എടുക്കാണ്ട് ഇന്ന് ഇവിടുത്തെ ട്രാമിലും ബസ്സിലും അതുപോലെ തന്നെ ഇവിടുത്തെ മെട്രോയിലും കയറി നടന്നിട്ട് തുർക്കി എന്ന് പറയുന്ന ഇസ്തംബൂളിൻ്റെ കുറേ കാഴ്ചകളുള്ള ഒരു വീഡിയോ ഇത്. എപ്പിസോഡിൽ നമ്മൾ നേരെ ഇസ്തംബൂളിലേക്ക് വന്ന് അത് ഭയങ്കര യാത്രയാണ്. നടുവെല്ലാം ഒടിഞ്ഞ് കാരണം 1600 കിലോമീറ്റർ ഏകദേശം 40 മണിക്കൂറുണ്ട് ഓടിച്ചെത്തി. കാരണം നമ്മൾ ഈ കുർദിസ്ഥാൻ ബോർഡറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നേരം ഏകദേശം ഒരു ഗാസിയാൻ ടൈപ്പ് വരെ നമുക്ക് ഒരു 600-700 കിലോമീറ്റർ നോർമൽ റോഡാണ് കിട്ടും. അതാണ് 2 വേ റോഡാണ്, തീരെ വീതിയില്ലാത്ത റോഡ്, വെറും റൗണ്ട് ഔട്ട് മാത്രമേ ഉള്ളത്. അത് നമ്മൾ വന്ന റോഡ് എന്ന് വെച്ചാൽ സിറിയൻ്റെയും അതുപോലെ തന്നെ ഇറാഖിൻ്റെയും ആ ഒരു ബോർഡറിലൂടെ അതിൻ്റെ എന്താ പറയണ്ടേ വേലിൻ്റെ അതിലൂടെ നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ എത്ര ഓടിയിട്ടും ആ സ്ഥലം എത്താത്ത പോലെ ഉണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് മാഹിയിലുള്ള നമ്മുടെ ഗ്രാൻഡിൻ്റെ ഓണർ അയ്യൂബ് ഖാൻ്റെ കസിൻ്റെ വീട്ടിലാണ്, സാധിക്കാൻ്റെ ഇസ്തംബൂളിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഒരു വീട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം 4-5 ദിവസത്തെ അലക്കാലും പിടിക്കലും എല്ലാം ഉണ്ട്. കുർദിസ്ഥാനിൽ നമ്മൾ ഇറങ്ങിയിട്ട് തന്നെ ഏകദേശം 3-4 ദിവസമായില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ സാധിക്കാൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടുന്ന് സാധിക്കാൻ്റെ ഫാമിലിൻ്റെ കൂടെ ഇവിടുത്തെ ബസ്സിൽ കയറിയിട്ട് ലോക്കൽ പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിയിട്ട് ഇവിടുത്തെ കുറച്ച് സംഭവങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ പോകുന്നു. ഇവിടെ ആൾക്കാർ ഇറങ്ങും. ഇവിടെ നമ്മളെ തുർക്കിയിലെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മളങ്ങനെ സാദിഖാൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്ന കേട്ടോ. ഈ ബസ് എടുത്ത ആളുകൾക്ക് ഇന്ന് ഞായറാഴ്ചയാണ്, ഞായറാഴ്ച ഫ്രീ ബസ്സാണ് ബസാറിലേക്ക് പോകാൻ. ഇത് റഷ്യയിലേക്ക് പോകുന്ന ബസ്സാണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ തുർക്കിയിലെ ആദ്യത്തെ ദിവസം നമ്മൾ ബഷാഷേർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഒരു ചന്ത ഉണ്ടെന്ന് ഇവർ പറഞ്ഞു. അതായത് വ്യാഴാഴ്ചയും ഞായറാഴ്ചയും അല്ല വ്യാഴാഴ്ച ശനിയാഴ്ച വ്യാഴാഴ്ച, അതായത് വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഇവിടുത്തെ ആളുകൾക്കൊരു ചന്ത, അതായത് ഇത് നോർമൽ സ്ഥലത്ത് തുറന്നു കൊടുക്കുന്ന സംഭവമാണ്. ഇതാണിത് ബസാർ എന്ന് പറഞ്ഞാൽ തുർക്കിഷ് ഭാഷയിൽ ചന്ത എന്നാണ് അർത്ഥം. അതായത് അടിയിലാണ് ശരിക്കുള്ള ചന്ത ഉള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിൽ ഇവര് ഇതിനൊരു ഗാർഡൻ ആക്കി. വാവ്, ഇങ്ങനെയാണല്ലോ ടൂറിസം ചെയ്യേണ്ടത്. എന്തായാലും സ്ഥലം ഫുള്ള് അവർ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് എത്ര കൊല്ലമായിട്ടുണ്ടാവും ഈ ഒരു ബസാറ്? ഇപ്പം തുടങ്ങിയതാ? അപ്പൊ അതിന് മുന്നേ ഇവരെ പഴയ സമയത്ത് ഇത് ഉണ്ടേനോ? പണ്ടത്തെ ഓരോ സ്ഥലത്ത് ഓരോ മുനിസിപ്പാലിറ്റി ഇങ്ങനെ തുടങ്ങി വരുന്നത്. ഇവിടെ തുടങ്ങിയിട്ട് 10 വർഷമായി. അതിന് മുമ്പ് ഉള്ള സ്ഥലങ്ങൾ കുറെ ഉണ്ട്. ഇപ്പം പുതുതായിട്ട് പല സ്ഥലത്തും തുടങ്ങുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ചെറിയ സ്ഥലത്തിന് എങ്ങനെ ഉപയോഗപ്പെടുത്താന്നാണ് തുർക്കിഷിലെ ഗവൺമെന്റ് നമുക്ക് കാണിച്ചു തരുന്നത്. തുർക്കിയിലെ അങ്ങ് താഴെ. അതായത് നമുക്ക് കുറച്ചും കൂടി കാണാൻ വേണ്ടി നമ്മളൊരു വലിയൊരു കല്ലിൻ്റെ മുകളിൽ കയറിയിരുന്നു കേട്ടോ. അതായത് ഇതെല്ലാം ഈ ഒരു ഗാർഡന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത സംഭവമാണ്. നമ്മളങ്ങനെ ഈ ചന്തൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കേട്ടോ. നല്ല വൃത്തിയുള്ള ചന്തയാണ്. പച്ചക്കറി, എല്ലാവിധ സാധനങ്ങളുണ്ട്. കിലോ 35 എന്ന് പറയുമ്പോൾ നമ്മൾ 70 റുപ്യ അല്ലേ. അതായത് തുർക്കിൻ്റെ പൈസ കൂട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ 20 ആണെങ്കിൽ നേരെ 2 വെച്ച് ഗുണിച്ചാൽ മതി. അപ്പോൾ ഡബിളാണ് നമ്മുടെ നാട്ടിലെ 30 റുപ്യ. അങ്ങനെയാണ്. ഇതുണ്ടാവും. ഇതെല്ലാം ഫുള്ള് ഫാം ഫ്രഷ് ആയിട്ടുള്ള ബെറീസ് ഉണ്ട്. സോറി, ബ്ലൂബെറി, അതുപോലെ ഇതാ സ്ട്രോബെറി, പീച്ച്, എല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളും ഇവരെ സ്വന്തം ഹാർവെസ്റ്റ് ചെയ്തിട്ട് സാധനം. ഇത് നമ്മൾ ഇറാഖിൽ തിന്ന സാധനം, ഈ പച്ച, ഇതിൻ്റെ പേര് മറന്നുവല്ലോ. ചെറിയ അത് ഇറാഖിലുണ്ടായിരുന്നു. അത് നമ്മൾ ബസ്രയിൽ പോയ സമയത്ത് അടുത്ത വീടുകളുണ്ടായ സാധനമാണ് ഈ കാണുന്ന പച്ച ചെറി. ഫുള്ളൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഏരിയ ഇത്. അതുപോലെ ഈ സാധനം ഞാൻ കുറേ പറിച്ചു തിന്നണ്. അതിലിവിടെ ഉണ്ട്. ഇതുണ്ട ഫുള്ള് കുബൂസ്, ബ്രെഡുകൾ, അത് വേറെ ഉണ്ട്. ഇത് വലിയ ബ്രെഡാണല്ലോ ഇത്. ഇത്
10 റുപ്യ അല്ല 100 റുപ്യ അല്ലേ ഇനി 50 ആകുമ്പോൾ 100, നമ്മുടെ നാട്ടിൽ 100 റുപ്യ. പിന്നെ കുറേ ചീസ് ഉണ്ട്, ഇതെല്ലാം ഹോം മെയ്ഡ്. ഇത് വല്ല ഞാൻ ഇത് നമ്മൾ കുർദിസ്ഥാൻ തിന്നിട്ടുണ്ട് ഈ സാധനം. ഇതാ പഴം. ഇത് കാണാൻ തന്നെ എന്ത് രസമാണ്, ഫുള്ളും ഫ്രൂട്ട്സ് ആയിട്ട്. നല്ല വൃത്തിയുള്ളൊരു ചന്തയാട്ടോ ഇത്. പച്ചക്കറികൾ തന്നെയാണ് കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നത്. പല തരത്തിലുള്ളത്. തക്കാളിൻ്റെ വണ്ണം നോക്കിയിട്ടെ, വലിയ തക്കാളി. ഇത് പിന്നെ ഉള്ളിൻ്റെ തണ്ട. ഇത് പിന്നെ ചെറിയ ക്യാബേജ്, ക്യാപ്സിക്കം, കുക്കുംബർ എല്ലാം ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഈ തക്കാളിയിൽ നമുക്ക് UAE ഗൾഫിലെല്ലാം ഇഷ്ടം പോലെ വരുന്നുണ്ട് ഈ തക്കാളിയെല്ലാം. അധികം നമ്മൾ നെസ്റ്റോയിലും ലുലു പോലെ കാണും ഈ സാധനമല്ലോ. പിന്നെ വലിയ മുളകുണ്ട്, ഒലീവുകൾ, ബ്ലാക്ക് ഒലീവ്. ഒലീവ് പല കളറുണ്ട് കേട്ടോ. ബ്ലാക്ക് ഉണ്ട്, പിങ്ക് ഉണ്ട്, വേറൊരു ടൈപ്പ് ഉണ്ട്, ഇതാ ബ്ലൂ ഉണ്ട്. ഇത്രയും തരത്തിൽ ഒലീവ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബോർഡം ഓസിൻ ഇത് ഏകദേശം 300 റുപ്യ കിലോ. ഇതെന്ത് സാധനം? ഇത് ഒലീവ് ഉണക്കിയതാണ്, ഡ്രൈ ആക്കിയിട്ട് ഉപ്പിലിട്ട സുർക്കയിലിട്ട ഒലീവ് ഉണ്ട്. എല്ലാം സെയിം തന്നെ അല്ലേ? ഓ ഫ്രൂട്ട്സ്. എനിക്ക് ഇവിടുത്തെ പച്ചക്കറിയും ഫ്രൂട്ട്സ് എനിക്കൊന്നും ഇത് ഇവരെ ഒന്നാമത് തുർക്കി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്നാമത് നമ്മൾ വരുന്ന ഇപ്പം നമ്മൾ ഇന്നലെ വന്ന റോഡ് ഫുള്ള് നമ്മൾ 2 ഭാഗത്തും കണ്ട കൃഷികളാണ്. തുർക്കി ഏറ്റവും കൂടുതൽ കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കൂടിയാണ്. ഇതെല്ലാം ഇവിടെ നിന്ന് ഉണ്ടാക്കിയ ഹാർവെസ്റ്റ് ചെയ്ത സാധനം നമ്മൾ കാണുന്നത്. ബത്തക്ക ആണെങ്കിലും ഇതാ ഡ്രാഗൺ ഫ്രൂട്ട്, ഇതെല്ലാം ഇവരെ വീട്ടിൽ നിന്ന്. ഇതെന്താ സംഭവം? പൂവാ, ആമ്പൽ പോലത്തെ. നമ്മൾ മറ്റേ പനയില്ലേ, തമിഴ്നാട്ടിലെ പന പോലത്തെ ഒരു സാധനം. ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ മുറിച്ചെടുത്താണ് അത് കാണുന്നത്. അതിൻ്റെ വെള്ളവും കരിക്കിൻ്റെ വെള്ളവും കൊടുക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ അത്. ഓറിഗാനോ. ഇത് സ്പെഷ്യലായിട്ട് എല്ലാ പിസൻ്റെ മുകളിൽ നമ്മൾ കാണലുണ്ട് ഓറിഗാനോ. പിന്നെ അതുപോലെ തന്നെ വേറെയും കുറേ മസാല കൂട്ട്. ഇത് റോസ്മേരി എന്ന് തോന്നല്ലോ. ഓക്കെ. ഞാൻ വിചാരിച്ചപ്പെടുന്നത് നമ്മൾ ജീരകം. ഇത് ഇവിടുന്ന് ഉണ്ടാക്കുന്ന ജീരകം, മല്ലി. യെസ്, ഇതാ. ഓക്കെ. അപ്പോൾ ഇത്രയും മസാലപ്പൊടികൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിച്ചാണ് അതും ഇവിടെ അവർ വിൽക്കുന്നുണ്ട്. പിന്നെ ആപ്പിൾസ് എല്ലാം നമ്മൾ നോർമലി കാണുന്നുണ്ട്. എല്ലാവരും സാധനം വാങ്ങുന്ന തിരക്കിലാട്ടോ. മരുന്നൊന്നും അടിക്കാത്ത ഫ്രഷ്. ഇത് ഞാൻ തിന്നു ബസ്രേന്ന്. ആപ്രിക്കോട്ടിന്റെ പച്ച. ഇത് അല്ല, ഇത് 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 ഞാൻ തിന്നിട്ടുണ്ട് ബസ്രേന്ന്. ആപ്രിക്കോട്ട് ഇത് ഉണങ്ങിയിട്ടല്ലേ ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക? ഓക്കെ. ആപ്രിക്കോട്ടിന്റെ ഒറിജിനൽ ആട്ടോ ഇത്. ഓക്കെ. അയ്യോ, അയാൾ കവർ എടുത്തേട്ടാ, നിങ്ങൾ എടുത്തോണ്ടിട്ട് വേണ്ട നോക്കാൻ വേണ്ടി വന്നു. ഇതാ ഈ സാധനം. ഇത് ഞാൻ കുർദിസ്ഥാൻ തിന്നിട്ടുണ്ട്. ബദാം. ഓ, ഇത് ബദാമാ? അന്ന് ആൾക്കാരും പറഞ്ഞില്ല കേട്ടോ. ഇത് പച്ച അല്ലേ? അത് കടിച്ചു തിന്നിട്ടുണ്ട് അവിടെ നിന്ന്. ഓക്കെ. വീഡിയോ സോറി നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് മൂപ്പർ വന്നിട്ട്. ഒന്നാമത് ഒരു വിഷം അടിക്കാത്ത വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ സാധനം ഇവിടെ ഉള്ളത്. പിന്നെ ഇത് ഇവിടെ മെയിനായിട്ട് ഇവരെ സാധനമാണ് കോഫിയിൽ ഉണ്ടാക്കാൻ, തുർക്കിഷ് കോഫിക്ക് ഉപയോഗിക്കുന്ന സാധനം. ഇതൊന്നും എനിക്ക് മേടിക്കണേനും തുർക്കിൻ്റെ ഓർമ്മക്ക് മാത്രത്തിന്. ഞാൻ പൈസ ചോദിക്കുമ്പോൾ ഹൗ മച്ച്? 300. അത് ഭയങ്കര 600 റുപ്യല്ലേ നമ്മുടെ നാട്ടിൽ? ഓ, കൂടുതൽ ജ്യാദ. പിന്നെ പിച്ചളല്ല, അലൂമിനിയം. പക്ഷെ ഇത് ഭയങ്കര പൈസ കേട്ടോ. ഞാൻ ഒരു പാത്രം മേടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇവരെ റേറ്റ് ഭയങ്കര കൂടുതൽ. അത് നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് മേടിക്കാം. ഓരോ രാജ്യത്ത് പോലും ഞാൻ അവിടുത്തെ സാധനങ്ങൾ എടുക്കലുണ്ട്. പക്ഷെ ഇത് ഭയങ്കര കൂടിപ്പോയി. കോപ്പർ ആയതുകൊണ്ടാണ്, ഒറിജിനൽ കോപ്പർ ആയതുകൊണ്ടാണ് ഇയാൾ ഇതിന് 600 റുപ്യ പറയുന്നത്. അത് വേറെ ഏതെങ്കിലും ലോക്കലിൽ നിന്ന് മേടിക്കാം. ഇവിടുന്ന് പോകുമ്പോൾ തുർക്കിഷിൻ്റെ ഒരു സാധനം ലാസ്റ്റ് പോകുമ്പോൾ ചന്തയിൽ നിന്ന് മേടിക്കാം. പിന്നെ ഇതാ വേറെ കുറേ ഡ്രസ്സുകൾ, അത് ഇത് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തന്നെയാണ്. പച്ചക്കറി ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള സാധനം വേറെ എവിടെയും കാണാൻ കഴിയില്ല. ഇതും ഉള്ളിൻ്റെ തണ്ടാണ്. ഇത് വലിയ വെള്ള ഉള്ളിയില്ലേ, അതിൻ്റെ തണ്ടായി കാണുന്നത്. ഇതെല്ലാം ഇവർ ഓരോ സൂപ്പെല്ലാം ഉണ്ടാക്കുമ്പോൾ മുറിച്ചിടും. അതുപോലെ തന്നെ വേറെ ചെറിയ ഉള്ളിൻ്റെ തണ്ട്, പലതരം. ഇത് നമ്മൾ മല്ലിയല്ല, ഇതൊരു ജർജർ പോലത്തെ ഒരു ഇലയാണ് ഇത്. ഇതെല്ലാം ലീഫാണ്. ഇത് നമ്മളെ പനല്ലേ, പനൻ്റെ വേറൊരു സാധനമല്ലേ ഇത്? അതന്നെയല്ലേ കാണാൻ?
അതിൻ്റെ വെള്ളം അത് പിന്നെ അയാൾ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ, ഇളനീർ പോലെ ഒരു വെള്ളം കണ്ടോ ഒഴിക്കുന്നത്, അതെന്ത് വെള്ളം? ഇതേത് മരത്തുനിന്ന് പറിക്കുന്നത്? ഇത് നമ്മുടെ നാട്ടിലൊരു തമിഴ്നാട്ടിലൊരു പന ഉണ്ടല്ലോ, അധികം നമ്മൾ റോഡ് സൈഡിൽ വിൽക്കുന്നതാണ്, അതുപോലത്തെ സാധനം ഇത്. ഇതിൻ്റെ പേരെന്താ? സാധിക്ക പേര് ചോദിച്ചേ. എനിക്ക് തുർക്കിഷ് ഭാഷ അറിയാം. എങ്കിന്നാർ എന്ന് വെച്ചാല് ഉറുമാമ്പഴത്തിന് വേറൊരു സൈസാ. ഓക്കെ, ഇതാണ് എങ്കിന്നാർ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവർ ഈ ഒരു കഷ്ണവും അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളവും, ഇതാണ് ഇവിടെ മെയിനായിട്ട് ആൾക്കാർ വെക്കുന്നത്. ആ, എങ്കിന്നാർ, ഇതാണ് ഇതിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ ഈ ഒരു സാധനം. ഇത് അടിപൊളിയാണല്ലോ. ആ, എങ്കിനാർ. ആ, ഓക്കെ ഓക്കെ. ആൻഡ് ദിസ് വാട്ടർ വെള്ളത്തിന് ഒഴിക്കാം. ലെമൺ, ആ, ചെറുനാരങ്ങൻ്റെ വെള്ളം. ചെറുനാരങ്ങൻ്റെ വെള്ളം ഇവർ ഒഴിച്ചു. ഞാൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ ഇളനീരിൻ്റെ വെള്ളമായിരിക്കുമെന്ന്. ഓക്കെ. ആ, ഇത് അവർ മുറിച്ചിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ പീസ് എടുക്കുക കേട്ടോ. അവർ മുറിക്കുന്നുണ്ടോ? നോ വാട്ട് ഈസ് ഇന്ത്യ നോ തുർക്കിഷ് ഇംഗ്ലീഷ്. യാ സോറി ജാൻ. ഇതടുത്തത് വെളുത്തുള്ളിൻ്റെ ഇല. ഇതുവരെ ഇവർ സാലഡ് ഉണ്ടാക്കും, അതായത് എല്ലാ ചപ്പും ചവറും ഇവർ യൂട്ടിലൈസ് ചെയ്യും. ഇത് വലിയ ക്യാബേജ് പിന്നെ നോർമൽ നമ്മുടെ നാട്ടിലുണ്ട്. ഇതാ വെളുത്തുള്ളി ഉണ്ടോ? വെളുത്തുള്ളി തണ്ടോട് കൂടിയുണ്ട് ഇവിടെ, ശരിക്കും ഒരു പൂ പിടിക്കുന്ന പോലെ ഉണ്ടല്ലേ. അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെ ഇപ്പോൾ ഇവിടെ കാണുള്ളൂ. സാധനം ഇമ്പോർട്ട് ചെയ്യില്ല. ഒരു മാസം മുമ്പ് വന്നേനെ വേറെ ഐറ്റംസ് ആണ്, 2 മാസം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല വേറെ. ഓ, അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റി. എന്താണ് ആ നാട്ടിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്നത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓക്കെ. തക്കാളി നോക്കിയിട്ട് എന്ത് വലിയ തക്കാളിയാ. അവർക്ക് ഇവിടെ വാഴയിലുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മളെ കേരളത്തിൽ മാത്രമേ വാഴയുള്ളൂ എന്ന്. അങ്ങനെയല്ല, ഫിലിപ്പീനിലാണ് ഈ പഴം ശരിക്കും നമ്മൾ കാണില്ല, അവിടെ തന്നെ അധികം വരുത്ത്. പക്ഷെ ഇവിടെയും ഇതെല്ലാം ഉണ്ട്. ഇത് നാട്ടിൽ 200 റുപ്യ കിലോ, ഭയങ്കര കൂടുതലാണ് കേട്ടോ പൈസ ഇവിടെ. സാധനത്തിന് ഭയങ്കര പൈസയാണ് തുർക്കിയിൽ. അത് ഇവിടുന്ന് ജീവിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഓരോ ദിവസവും ഇവിടെ ലിവിങ് കോസ്റ്റ് അനക്കൊന്ന് നമ്മളെ UAE-നേക്കാളും കൂടുതലാണ്. നാട്ടിലെ സബർ ജില്ലി, അല്ല ഇത് പിയറിൻ്റെ വേറൊരു സാധനമാണ്, കുറച്ച് വലിയ പിയർ. ഞാൻ പെട്ടെന്ന് സബർ ജില്ല എന്ന് വിചാരിച്ചു പോയി. പിന്നെ ഇതെല്ലാം ഇവിടെ മാത്രം കാണുന്ന ഒരുതരം ഫ്രൂട്ട്സ് ആട്ടോ. ഇത് നമ്മളെ ബോളോട് കളിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്ന നാരങ്ങ, ഇത് മാതള നാരങ്ങ വലുത്. അതിൻ്റെ ഇതാ പലതരം കുമിളുകളായത്. കുമിള് നോക്കിയിട്ട് ഇതാണ് നമ്മൾ പിന്നെ കുർദിസ്ഥാനിൽ പോയാലും ചുട്ട് വന്ന കുമിള്. ഇവിടെ ഭയങ്കര കിലോ, നമ്മുടെ നാട്ടിൽ 500 റുപ്യ, ഭയങ്കര പൈസ. ഇതാ ഈ കുമിളുണ്ട്, പല തര സൈസ് ഉണ്ട്, 3 സൈസ് ഉണ്ട് ഇവിടെ. ഇത് പിന്നെ ഫുള്ളും പാലിൻ്റെ സാധനമാണ്, ചീസ്, പനീർ, അങ്ങനെ എല്ലാ സാധനങ്ങളും. ഇതാണ്ട ചീസ്, ചെഡാർ ചീസ്. ഗുഡ് ഗുഡ്. ബീട്രൂട്ടിൻ്റെ വെള്ളം ഇത്. അതെല്ലാം എന്ത് രസം ഉണ്ടാവുക. മുന്തിരിൻ്റെ ഇലയാണ് ഈ കാണുന്നത്. ഇത് ഇവർ അറബികൾ ഇതിൽ കുറച്ച് ചോറുണ്ടാക്കിയിട്ട് ഒരു റോൾ ഉണ്ടാക്കലുണ്ട്. പക്ഷെ ഇവരും ഇത് ഈ പറഞ്ഞ സൂപ്പാക്കിയിട്ടല്ല ഇവർ കുടിക്കുകയും ചെയ്യും, തിന്നുകയും ചെയ്യും. ഇതൊരു ഇതെന്ത് രസമാണ് കാണാൻ. ശരിക്കും ഒരു ഫ്ലവർ ഷോപ്പിൽ കയറിയ പോലെയല്ലേ. പല ടൈപ്പ് ക്യാബേജിൻ്റെ ഇലയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കുറച്ച് ഉപ്പിലിട്ട കുറച്ച് കടല ഇതവർ തിന്നാൻ സമ്മതിക്കുന്നുണ്ട്. വാൽനട്ടല്ലേ ഇത്? ഇതിഷ്ടം പോലെ കുർദിസ്ഥാനിലുണ്ട് കേട്ടോ. ഇത് സെയിം ചന്തൻ്റെ മുകളിൽ ഇതാ വേറെ ഡ്രസ്സിൻ്റെ ഷോപ്പ്. എൻ്റെ മക്കൾ ഇവിടെ സാധനത്തിന് ഭയങ്കര വില കേട്ടോ. ഇതൊക്കെട്ടെ ഇതിൻ്റെ അടുത്ത് ആരോ പറഞ്ഞു തുർക്കിയിൽ ഡ്രസ്സിന് വളരെ പൈസ കുറവാണ്. പറഞ്ഞാലോട്ട് പറഞ്ഞേക്ക് മുടിഞ്ഞ പൈസ. ഇത് 400 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 1000 റുപ്യാണ്. അത് ഈ ഒരു കുപ്പായത്തിനാണ് 1000 റുപ്യ ഒരു മേടിക്കണം. നേരെ കുപ്പായത്തിന് 500.
എന്തൊരു പൈസ റബ്ബേ. തുർക്കി ഭയങ്കര എക്സ്പെൻസാണ് മോളെ. ഞാൻ ഇതുവരെ വന്ന ഇറാഖ് വരെ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇവിടുന്ന് വെള്ളം മേടിക്കാനും ഭക്ഷണം വാങ്ങിക്കാനെല്ലാം ഭയങ്കര കഷ്ടപ്പെടാം. എന്നാൽ ഞാൻ റോഡ് വഴി വരുന്നതിന് ആകെ 2 ബന്ന് വാങ്ങിയിട്ട് ഞാൻ ഒരു ദിവസം ഫുള്ള് ഒപ്പിച്ചത്. കാരണം ഷോപ്പിൽ കയറി അന്നേരം പൈസ പോകും. ഒന്നാമത് ഇവിടുത്തെ പെട്രോൾ എക്സ്പെൻസ് അത്രയുണ്ട്. നമ്മൾ എണ്ണയുടെ എനിക്കൊരു ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ തന്നെ നാട്ടിൽ 6000 രൂപ വേണം. ആ വണ്ടിക്കാണെങ്കിൽ മൈലേജും ഇല്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടെ. ഇത് അത്തറിൻ്റെ ഒരു സ്ഥലം. പക്ഷെ എന്നാലും ആൾക്കാർ നമ്മൾ സ്പെൻഡ് ചെയ്ത് സാധനം വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ലേഡീസാണ് ഓരോ സാധനം മേടിക്കുന്നത്. കുപ്പായത്തിൻ്റെ പൈസ 1000. നാട്ടിലെ 2200 രൂപ. 1200 തുർക്കിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 2400 രൂപയാണ് ഈ കുപ്പായത്തിന്. എൻ്റെ റബ്ബേ ഭയങ്കര പൈസയാണല്ലോ. വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വില കണ്ടിട്ട് അങ്ങനെ നെട്ടിപ്പോയി. ഇതിന് നോക്കി 2400, 1200 പോലും എടുക്കണ്ട. വെറുതെ നോക്കാണ്. അതിന് മാത്രമേ കുറവുള്ളൂ. ബാക്കി എല്ലാത്തിനും ഇവിടെ ഭയങ്കര പൈസയാണ്. ഞാൻ ഇവിടുത്തെ കുറച്ച് ഡ്രസ്സ് വാങ്ങാന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങാൻ. ഏത് അവിടെ കൂടുതലാ? അതിന് എക്സ്ക്യൂസ് മീ, ദിസ് വൺ, ദാറ്റ് വൈറ്റ് വൺ, വൈറ്റ് ദിസ് വൺ ഹൗ മച്ച്? എൻ്റെ മക്കളെ എന്തൊരു പൈസയാണ് ഇവിടെ. ഇവിടുത്തെ ലിറ ഇടിയുന്നത് കൊണ്ടാപോലും കൂടി ഇത്രയും പൈസ ഭയങ്കരമായിട്ട് സാധനത്തിനെന്നാ പറയുന്നത്. നല്ല കിടിലൻ പാൻറ്റലുണ്ട്. പിന്നെ വലിച്ചിട്ട് അയാളെ വായിന്ന് കേൾക്കാൻ കഴിയില്ല. അവരെ മീന് നമ്മളെ കുട്ടിയായില്ല. ഇത് കുട്ടിയായില്ലേ? വേറെ മീന് ഇതാ. മീന് വരെ ഉണ്ട് ഇതിൻ്റെ ഉള്ളില്. ഇതാ വലിയ നങ്കുണ്ട്, നീളമുള്ള നങ്ക്. അല്ല കുഞ്ഞുമൊത്തി. ഇത് കുഞ്ഞുമൊത്തിയല്ലേ? ഇത് കുഞ്ഞുമൊത്തിയല്ലേ? സാധനം നല്ലോണം ഗൾഫിൽ കിട്ടും. തുർക്കിന്ന് പോവാ. സീബാസ്. ഈ സീബാസ് തുർക്കിന്ന് പോകുന്ന മീനാന്നാ പറഞ്ഞത്. ഇത് ഇവിടുന്നാണ് ഏറ്റവും കിട്ടുന്നത്. നമ്മൾ കുഞ്ഞുമത്തിൻ്റെ അവിടെ നിന്ന് എടുക്കുന്നത്. ഇതാ വലിയ മുറിച്ച പലതരത്തിലുള്ള മീനുകളുണ്ടെങ്കിൽ കളിക്കാനും ഓടാനും. ഇതിന്റെ കൂടെ തന്നെ ഇവരുടെ ഗാർഡൻ. എന്ത് രസമാണ് ഇവിടുത്തെ ഗാർഡൻ കാണാൻ. എന്നാൽ നമ്മള് ഗാർഡൻ ഒന്നും വലിയ ഇതല്ല. കാരണം ഗൾഫിൽ എല്ലാ കൺട്രീസും, ഖത്തറിൽ ഏറ്റവും കൂടുതൽ പാർക്കുണ്ട്. ഖത്തർ ആണെങ്കിലും UAE ആണെങ്കിലും ഒമാനെല്ലാം ഉണ്ട്. പക്ഷെ ഇവിടുത്തെ കുറച്ച് ആ ഒരു ജിയോഗ്രഫിക്കൽ വ്യത്യാസമാണ് ഇവിടുത്തെ വലിയ മുഞ്ച് കൊടുക്കുന്നത്. നോക്കിയിട്ട് പല മരങ്ങൾ. നമ്മൾ ഗൾഫിലുള്ള പാർക്കിലുള്ള നമ്മൾ നിരപ്പായിട്ടുള്ള പാർക്ക് പുല്ല് മാത്രമേ കാണും. പക്ഷെ ഇവിടെ മരം കൊണ്ടുള്ള ഒരു കളിയാണ് ഇത്. ഇത് പിന്നെ മറ്റേ ഈ സ്പ്രിങ് ആയതുകൊണ്ടായിരിക്കും ഇലകൾ ഈ ഒരു കളർ അല്ലേ. ഒരു പ്ലെയിന് പോകുന്നുണ്ട് മുകളിൽ. തുർക്കിഷ് എയർലൈൻ ആണോ അത്? പിന്നെ ഇവിടുത്തെ കാറുകൾക്ക് ഭയങ്കര പൈസയാണ് സാധിക്കുക പറഞ്ഞത്. അതായത് ഒരു കുഞ്ഞു കാർ എടുക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ 34 ലക്ഷം കൊടുക്കണം. അതുകൊണ്ട് അധികം ആളെടുത്ത് ഇവിടെ കാർ ഉണ്ടാവില്ല. എല്ലാവരും റെന്റ് എടുക്കാൻ നോക്കിയിട്ട് ബെൻസിൻ്റെ ഉള്ള പൈസ ധരിക്കും. കാരണം ഇവിടെ മാനുഫാക്ചർ ഇല്ലല്ലോ ഓട്ടോ. അതുകൊണ്ടാണോ? അതുകൊണ്ട് അങ്ങനെ വെറുതെ ഇറക്കുന്നതാണോ? അങ്ങനെ. അതുകൊണ്ട് ഇത്ര പൈസ. ആളുകൾ വന്നിരിക്കാൻ വേണ്ടി നല്ലൊരു കിടിലൻ പാർക്ക് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി പാർക്ക് ചെയ്ത്. ഇത് വേറെ തന്നെ ഒരു സ്റ്റൈലാണ് കാണാൻ. എന്താ മുഞ്ച്. എവിടെ നോക്കിയാലും വലിയ വലിയ ബിൽഡിങ്. നല്ല ഹൈറ്റിൽ കുറേ ഫ്ലാറ്റുകൾ കാണാൻ പറ്റും. ഒരു 4 കിലോമീറ്ററുള്ള ഒരു നോർമൽ സ്ഥലത്തിന് ഗവൺമെന്റ് ഒരു വാലി പോലെ ഉണ്ടാക്കിയെടുത്ത്. നേരെ ഇങ്ങനെ പോകും നീളത്തില്. 4 കിലോമീറ്റർ നീളത്തിൽ പോകുന്നത്. ഇതാണ് ഈ ഒരു പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആരും നോർമൽ പാർക്കൊന്നുമല്ല. അതായത് ഇവിടെ തുർക്കിയിൽ ഏത് ബിൽഡിങ്ങും അങ്ങനെ എടുക്കാന്ന് വെച്ചാൽ ഇപ്പൊ എങ്ങനെയാണോ അവരെ ഭൂഘടന, അത് ഇപ്പം ചെരിഞ്ഞ സ്ഥലമാണെങ്കിൽ ചെരിഞ്ഞിട്ട് തന്നെ എന്താ അടിച്ചു നിരത്തിയിട്ട് നിരപ്പാൻ ഇവിടെ ഒരിക്കലും ഒരു ബിൽഡിങ്ങും ഇല്ല. അല്ലെങ്കിൽ ചെരിഞ്ഞ് വളഞ്ഞ് പൊളഞ്ഞ് അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുള്ളത്. അപ്പോൾ ഈ ഒരു പാർക്കിന്റെ പ്രത്യേകത അതാണ്. ഇത് ഒഴിഞ്ഞ ഒരു വാലിയേനും ആ വാലിനെയാണ് ഇങ്ങനെ കുറേ മരങ്ങളെല്ലാം പിടിപ്പിച്ചിട്ട് വലിയൊരു പാർക്ക് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. ബിസിം സിനാർലാർ. വാവ്. ശരിക്കും ഞാൻ യൂറോപ്പ് കൺട്രിയിൽ പോയിട്ടില്ല. പക്ഷേങ്കിൽ സ്വിറ്റ്സർലാൻഡെല്ലാം ഇങ്ങനെ കുറേ ആളെ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പം സ്വിറ്റ്സർലാൻഡ്, ചെറിയൊരു സ്വിറ്റ്സർലാൻഡ്, ചെറിയൊരു ഗ്രീസ്, ആ ഭാഗത്തെല്ലാം പോയ ഒരു അനുഭൂതിയാണ് തുർക്കിയിൽ വന്നാൽ. അപ്പം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു രാജ്യത്തിൻ്റെ ലിസ്റ്റ് ചോദിച്ചാൽ അത് തുർക്കിന്ന് ഞാൻ പറയും.
അപ്പോൾ ഇതാണ് തുർക്കി ബഷാക്ഷേറിലുള്ള ഒരു വാലി. ഈ വാലി എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ വാലിയാണ്. ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തൊരു വാലിയാണ്. തുർക്കിൻ്റെ വലിയ ഗുണം എന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയാണോ ഭൂപ്രകൃതി അതുപോലെയാണ് ഇവർ ബിൽഡിംഗ് എടുക്കുക. മറ്റുള്ള രാജ്യങ്ങളിൽ എല്ലാം നിരപ്പാക്കിയിട്ട് കുഴികളിൽ നിരപ്പാക്കി വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ടാക്കുക. പക്ഷേ തുർക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണോ വളഞ്ഞു പൊളഞ്ഞ ഒരു ഭൂമിയാണെങ്കിൽ അതുപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം ഇങ്ങനെ ഉണ്ടാവുക, ഒരു ചെരിഞ്ഞു മറിഞ്ഞ ലാൻഡ്സ്കേപ്പാണ്. അപ്പോൾ ഇതൊരു കുഴിയുള്ള ഒരു വാലിനെയാണ് അതേ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ താണിട്ട് ഇവിടെ ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഭയങ്കര രസമാണ് കാണാൻ. നമ്മൾ ഗൾഫിലെല്ലാം ഇപ്പോൾ ദുബായിലെല്ലാം പോയി ഇഷ്ടംപോലെ പാർക്ക് കാണലുണ്ട്. പക്ഷേ തുർക്കിനെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭൂഘടന എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് ഇവിടുത്തെ ബിൽഡിംഗ്. എന്തൊരു മുഞ്ചുള്ള സ്ഥലം അറിയത്. ഇത് മരങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഇപ്പോൾ സ്പ്രിംഗ് ആയതുകൊണ്ട് എല്ലാ മരത്തിൻ്റെ മുകളിലെ ഇലകളിൻ്റെ കളർ മാറി. പിന്നെ രണ്ടാമത്തെ ഞാൻ ശ്രദ്ധിച്ചു വെച്ചാൽ തുർക്കിയിലെ ഏത് പള്ളി നിങ്ങൾ നോക്കുകയാണെങ്കിലും മിനാരത്തിന് ഇങ്ങനെ ഒരു കുത്തനെയുള്ള ഒരു സൂചി പോലത്തെ മിനാരായിരിക്കും. അത് ഓട്ടോമൻ്റെ കാലത്തേയുള്ള പള്ളികൾ ഇങ്ങനെയാണ്. നമുക്ക് ഇനിയും തുർക്കിൻ്റെ കുറേ ചരിത്രങ്ങൾ കാണാനുണ്ട്. വാവ്, ഇതിൻ്റെ നടുക്കൊരു ചെറിയ ഒരു കുളവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് നിങ്ങൾ അങ്ങ് വരെ 4 കിലോമീറ്റർ ഈ സാധനം ഒഴുകി പോകുന്നുണ്ട്. അതാണ് ഈ ഒരു പാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സൈക്കിൾ കാണുന്നുണ്ട്. ഒന്ന് ഓടിക്കാൻ തരുമെന്ന് ഇപ്പം കുർദിഷ് ഭാഷ തുർക്കി ഭാഷയിൽ എങ്ങനെ ഇപ്പം ചോദിക്കാം. പക്ഷെ അവിടെ ചോദിക്കാമായിരുന്നു. ഒറ്റൊരു വീഡിയോ എടുക്കാൻ ആടുന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇതൊരു തുർക്കിഷാണ്. മൂപ്പരോട് ഞാൻ ഈ പാർക്കിലുള്ളത് ഈ സൈക്കിളിൽ നിന്ന് ചോദിച്ചത്. അപ്പം ഒരു മടിയും കൂടെ എനിക്ക് ഈ സൈക്കിൾ നല്ല വില കൊടുത്ത സൈക്കിളാട്ടോ. അപ്പോൾ എങ്കി എന്നാണ് പേര്. അപ്പോൾ ഈ സൈക്കിളാണ് കൊടുക്കുന്നത്. ഹൗ മച്ച് മണി ദിസ് വൺ? How much money? $10,000? $10,000? No. 1,000? Dolar. 2000? 4000? 400. $400. $400,000. Yok, sorry. 500. $500,000. 5,000. 500,000 dolar. 500 500 dolar. 500. Only 500? ആ, ഒരു ഏകദേശം 47 റുപ്യന്റെ സാധനം ഇത്. ഇത് ഗിയർ സൈക്കിളാണ്. ഇതിന് ടയർ ഉണ്ടോ? നല്ല വ്യത്യാസമുണ്ട്. എന്നാലും മൂപ്പരാണ് ഓടിക്കുന്നത്. നമുക്ക് ഒന്നും കൂടി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് Summer time 600. ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന സൈക്കിൾ ആട്ടെ ഇത്. Summer 600. 100 change. Made in Turkey? Made in Turkey. Maşallah. Different model there is. Apple, bu RKS. Küba var, RKS, Küba. Nerede? For Selling. yok kiralamak. Şükran. Thank you. For using reading, for example, 1 hour with money. Understand? Şükran, good, tamam. You're welcome. ഇതാണ് തുർക്കിയിലെ ബസ്. നമുക്കിനി ബഷാഷേറിൽ പോകേണ്ട വണ്ടിയിൽ നമ്മൾ കയറണം. എന്തായാലും കിട്ടുന്ന വണ്ടി ബസ്സല്ല അങ്ങനെ. ഇതാണ് നമ്മൾ സാദിഖാൻ്റെ ഫ്ലാറ്റ്. ഇവിടെ തുർക്കിയിലുള്ള മൈ വേൾഡ് യൂറോപ്പ്. ഇതൊരു ടൗൺഷിപ്പാട്ടോ. ഇവിടെ ബസ്സും ടാക്സിയും സംഭവം ഷോപ്പും എല്ലാം ഉണ്ട്. സംഭവം തന്നെയാണ് കാണാൻ. ഇങ്ങനെയായിരുന്നു. സോറി. ഇവിടെ കാർഡ് വെക്കാണ്ട് അകത്ത് കയറാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ഉണ്ട്. വാവ്, അടിപൊളിയാട്ടെ ഇവരെ ഈ ഫ്ലാറ്റിൻ്റെ സംഭവം. പിന്നെ ഇവിടെ തുർക്കിയിൽ ഇപ്പം ആദ്യമെല്ലാം ഭയങ്കര കുറവേനു സാധനത്തിനെല്ലാം വില. ഇപ്പം സാധനത്തിന് വില കൂടി. അതുപോലെ ബിൽഡിങ്ങിനെല്ലാം ഇപ്പോൾ ഏകദേശം ഒരു 3500 ദിറംസ് തന്നെ ആയി. ആദ്യം ഭയങ്കര കുറവേനു, ഇപ്പം കൂടിയെന്നാണ് പറയുന്നത്. അതായത് രൂപൻ്റെ മൂല്യം ഇടിക്കുന്നേരം സാധനത്തിന് വില കയറലും ഇങ്ങനെ ബിൽഡിങ്ങിന് വഴി എല്ലാം ഒരു വിലൻ്റെ മുകളിലാണ് ഈ ഒരു നാട് ഇപ്പം നിൽക്കുന്നത്. ഭയങ്കര എക്സ്പെൻസാണ് ഇവിടെ ഓരോ സാധനത്തിനും. പിന്നെ പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റ്, അതായത് ഇപ്പോൾ UAE-ലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ചെറിയ പൈസക്ക് സാധനം കിട്ടലുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഷോപ്പ് ഉണ്ടല്ലോ, ലുലു പോലത്തെല്ലോ, നെസ്റ്റോ പോലത്തെല്ലോ, ചെറുങ്ങനെ. അതല്ല ഹൈപ്പർ ഇല്ല, വലുതല്ല ചോദിക്കുന്നേ. പൈസ കുറഞ്ഞേ ഈ വെജിറ്റബിൾസിനെല്ലാം കുറഞ്ഞേ ഉണ്ട്. തുർക്കിയിലെ ഒരു ദിവസം നമുക്ക് കാണാം ഈ ഒരു വീഡിയോയിലൂടെ. കുറേ ആളോട് പറഞ്ഞിട്ടുണ്ട് തുർക്കി ഒന്ന് മര്യാദ കാണുന്നുണ്ട്. അപ്പോൾ തുർക്കിയിൽ നമ്മൾ വണ്ടിയൊന്നും എടുക്കാണ്ട് ഇന്ന് ഇവിടുത്തെ ട്രാമിലും ബസ്സിലും അതുപോലെ തന്നെ ഇവിടുത്തെ മെട്രോയിലും കയറി നടന്നിട്ട് തുർക്കി എന്ന് പറയുന്ന ഇസ്തംബൂളിൻ്റെ കുറേ കാഴ്ചകളുള്ള ഒരു വീഡിയോ ഇത്.
ഫുഡ് സ്ട്രീറ്റ് ആണ്, ദുരു മെസ്സു. ശരിക്കും ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയ ഫീല. കബാബ്സ് ആണ് ഇവിടുത്തെ മെയിൻ, കബാബ് ആൻഡ് ഷവർമ. സലാഡിൽ നല്ല ചെറുനാരങ്ങൻ്റെ ഒരു നീരും പിന്നെ ഈ അനാറും കുറച്ച് വെച്ചടയിട്ട് അനാറിൻ്റെ സിറപ്പ് എന്താ രുചി. പിന്നെ ഈ ചെമ്പ് നിറച്ചും നമുക്ക് ഇഷ്ടമാണെങ്കിലും ബ്രെഡ് എടുക്കാം, റൊട്ടി ഉണ്ടാക്കാം. വേറെ ടൈപ്പും ഉണ്ട്, കുറച്ച് മെലിഞ്ഞ ടൈപ്പ്. ഇത് മുറിക്കാൻ പറ്റുമോ? പക്ഷെ ഇതത്ര വേഗത്തുണ്ടല്ലോ കാണുമ്പോൾ. ഓക്കെ, ഇനി ഇതും കൂട്ടിയിട്ട് തിന്നോക്കാം. അല്ല ഇത് ഇവിടുത്തെ കനാത്ത് 120 ഉറുപ്പ്യ കേട്ടോ അതിൻ്റെ പൈസ. നമ്മുടെ നാട്ടിലെ 250 ഉറുപ്പ്യ ഒരുത്തിന്. ചിക്കൻ്റെ വിങ്സും പിന്നെ കുറച്ച് ചോറുണ്ട് ഇതിലൊത്ത്, ഇങ്ങനത്തെ മീൻ, പിന്നെ കുറേ ബ്രെഡും. ഇവിടുത്തെ അപ്പം നമ്മൾ ചെയ്തത് മെട്രോ വേറെ, ഇത് വേറെ. അപ്പോൾ ഇത് ഇവിടുത്തെ തുർക്കിയിലെ ട്രാമാണ്, ഇസ്താംബൂളിലുള്ള. ഇത് ട്രാമിന് വേറെ തന്നെ ഉണ്ടാവും. ഇത് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഖത്തറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കൊൽക്കത്തയിൽ കോരം പഴയ നമ്മൾ ഇന്ത്യയിലെ പഴയ ട്രാം ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഒരു വേറെ രീതിയാണ് ട്രാം. സെക്കൻഡ് വെച്ചിട്ടാണ് ഇവിടത്തേക്ക് ട്രാം വരുന്നത്. ഇഷ്ടം പോലെ തന്നെ നമ്മൾ ട്രാമിൻ്റെ ഉള്ളിൽ കയറി. നല്ല വൃത്തിയുള്ള കിടിലൻ ട്രാമാണ്. കാണുന്ന ആളാണ് തുർക്കി എന്ന രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. തുർക്കി ഉണ്ടാക്കിയ ആൾ, തുർക്കിയുടെ രാഷ്ട്രപതിയാണ് ഈ കാണുന്ന ആൾ. മുസ്തഫ കമാൽ പാഷ അത്താതുർക്കി, അതായത് തുർക്കിയുടെ രാഷ്ട്രപിതാവ് ഇവരാണ്. നമ്മൾ കുർദിസ്ഥാനിൽ കയറിയിട്ട് ഫസ്റ്റ് കാണുന്ന പെട്രോൾ പമ്പിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇവരെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇവരെ ഫോട്ടോ ഉണ്ടാവും. ഈ ട്രാമിൽ പോകുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് തുർക്കി കാണാൻ പറ്റും. ശരിക്കും ഒരു ചെറിയൊരു യൂറോപ്പ്, ചെറിയൊരു ഏഷ്യ, അതാണ് തുർക്കിൻ്റെ പ്രത്യേകത. നല്ല നല്ല പാർക്കുകൾ, ജനങ്ങൾക്ക് എത്രത്തോളം കൊടുക്കാൻ പറ്റും അത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ എല്ലായിടത്തും ഈ ഒരു സംഭവം ഉണ്ടാകും. ആലോചിക്കട്ടെ, എല്ലാവരും കാർഡ് വെച്ചിട്ട് വേണം കയറാൻ. നമ്മുടെ നാട്ടിലത്തെ പോലെ പൈസ ഇല്ലാണ്ട് ഒരാൾക്കും പ്ലാറ്റ്ഫോമിൽ വരെ കയറാൻ പറ്റുള്ളൂ. ഇതാ പള്ളി അല്ല, ഇതാ പള്ളി അവിടെ എഴുതി വെച്ച്. ഓ അങ്ങനെ. ആ ഇവിടുത്തെ ഓക്കെ. എന്നാലും ഇങ്ങനെ കിട്ടുമ്പോൾ നീങ്ങുന്ന പോലെ ഉണ്ടാവില്ലേ? ഹയാ സോഫിയ, ഇതത് പണ്ടത്തെ ക്രിസ്ത്യാനികളുടെ മെയിൻ പള്ളിയാണിത്. ഈ ഒരു ട്രാമിലിരുന്നാൽ നമുക്ക് ടൗൺ, ഇതേതാ ടൗൺ വരുന്നത്? എമിനോ? ഈ കടലിൽ ബന്ധിപ്പിക്കുന്ന ബോസ്ഫറസ്. ആ ബോസ്ഫറസ് എന്നുള്ള കൈവഴി, കൈവഴി എന്ന് പറയാം. ഇതാണ് ഈ കാണുന്നത്, ഈ സാധനം. അതിന്റെ ബ്രിഡ്ജ്, ഈ ബ്രിഡ്ജ് മനസ്സിലായോ? ബോസ്ഫറസിന് ഒരു പീസ് ഇങ്ങനെ പോകുന്ന ഒരു കഷ്ണം ഇങ്ങനെ, അതാണ് അപ്പുറത്തേക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബോസ്ഫറസ് എന്ന് പറയുന്നത് എൻ്റെ ഇസ്താംബുളിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. തുർക്കിൻ്റെ ഇവിടുത്തെ യാത്ര കപ്പലുകളുണ്ട്, ചെറിയ ചെറിയ. ഇവിടെ എല്ലാവരും മീൻ പിടിക്കുന്നുണ്ടോ? ഇതൊക്കെ നിറക്കാൻ എന്നിട്ട്
പലതരം കളറിലുള്ള തുളിപ്പാണ് ഇങ്ങനെ മുമ്പിലുള്ളത്. പെട്ടെന്ന് കാശ്മീരിൽ പോയ ഒരു ഫീലാട്ടെ ഈ സ്ഥലത്ത് വന്നപ്പോൾ. ഇഷ്ടംപോലെ ആളുകളുണ്ട്. എല്ലാവരും ഈ ഒരു വൈകുന്നേരം ഇവിടെ വന്നിട്ട് ഈ പൂക്കളും കണ്ട് ഇതിലോട്ട് ഇങ്ങനെ നടക്കുന്നു. ശരിക്കും ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് മെയിനായിട്ട് വേണ്ട കുറേ കാര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങൾ തുർക്കി ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ടൂറിസം എന്ന് മാത്രമല്ല, ഇനിയിപ്പം ടൂറിസത്തിൻ്റെ കാര്യമല്ല, ഇതിൻ്റെ ഉള്ളിലുള്ള ജനങ്ങൾക്ക്, ഇവിടുത്തെ സ്വദേശികൾക്ക് ഒന്ന് വൈകുന്നേരം പുറത്തിറങ്ങി കഴിഞ്ഞാൽ എത്രമാത്രം പാർക്കുകളാണ്, എത്രമാത്രം നല്ല മുഞ്ചൽ പൂന്തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളതെന്നറിയാം. അത് കാണേണ്ട ഒരു രാജ്യം തന്നെയാണ് തുർക്കി. Halim yok, bahtsın kara, böyle hayat batsın yere, sine sine vura vura, ölen var mı benim gibi? Gitmez ki başımdan adam, ben bu derdi kime satam? Gitmez ki başımdan atam, ben bu derdi kime satam? Saçlarını tutam. ഇതെല്ലാം ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ആണ്. ബേക്ക് ചെയ്യുന്നുണ്ടോ? ലൈവായിട്ടാണ് ഒരാൾ ബേക്ക് ചെയ്യുന്നത്. ഇത് കാണാൻ വേണ്ടി മാത്രം കുറേ ആളുകൾ വരുന്നുണ്ട്. ഇതെല്ലാം ട്രാമിന് പോകേണ്ട വഴിയാണ്. ഇതെല്ലാം ചെറിയ ചെറിയ മാർക്കറ്റുകളാണ് ഇവിടെ. ഇതുണ്ടോ പലതരത്തിലുള്ള കീ ചെയിൻസ്. ഇതെല്ലാം നമുക്കൊരു വരുത്ത് വരണം ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിക്കാൻ. ഇതാ നല്ല കിടിലൻ ഡ്രസ്സ് കണ്ടോ, കഫ്താനിതാ. ഇതാണ് ഇവിടുത്തെ ട്രാം. മസ്റ്റ്. വാവ്, ഇവിടെ എഴുതിട്ടുണ്ട് ഇവിടുന്നെയാ. വാവ്, ഇത് കണ്ട ഇവരെ പരമ്പരാഗതപരമായിട്ടുള്ള എങ്ങനെയാണ് പണ്ട് ഇവരുടെ തുർക്കിയിലെ ആളുകൾ ഫുഡ് ഉണ്ടാക്കിയെന്ന് കാണിക്കുന്ന റെസ്റ്റോറൻറ്റ്. ഇത് ലൈവായിട്ട് ഇവിടെ ഇരുന്നിട്ട് തന്നെ മൂപ്പത്തി ചുട്ടെടുക്കുന്നുണ്ടോ. അറുന്നൂറ് കൊല്ലം മുമ്പുള്ള പള്ളി. ആ ഓക്കെ. പണ്ട് ക്രിസ്ത്യാനികളായിരുന്നു, പിന്നെ അതിന് ശേഷം ഓട്ടോവും പിടിച്ചെടുത്ത പള്ളിയാണ്. ആ ഉപയോഗിക്കുന്നത്. ആ ഇതൊരു എനിക്കൊന്നിത് യൂറോ ഏഷ്യൻ കൾച്ചർ മിക്സ് ആയിട്ടുള്ള അതിൻ്റെ ഒരു നിർമ്മിതിയാണ് അല്ലേ. കുറച്ച് നമുക്ക് മുഗളന്മാർ ഇറാൻ്റെ കുറച്ച് സാധനങ്ങൾ ഇതിലുണ്ടെന്ന് വിചാരിക്കാം, നമ്മളെ താജ്മഹലിൻ്റെ എല്ലാം ചില ഭാഗത്ത്. പക്ഷേ ഇവർ മിനാറാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നോക്ക്, സൂചി പോലെ നോക്ക് പോയിട്ട്. ഇപ്പോൾ സമയം മോദിക്കത്തെ 8:22. എന്നാലും തുർക്കിയിൽ നമുക്ക് ഇപ്പോഴും മഗ്‌രിബാകുന്നുള്ളൂ. ഈവനിങ് വൈകുന്നേരം. ഇവിടെ രാത്രി ആയിട്ടില്ല. ഇവിടെ രാത്രി ആണെങ്കിൽ രാത്രി 9 മണി കഴിഞ്ഞാൽ ശരിക്കും ഇരുട് വരുള്ളൂ. ഒരു 9:30 ശരിക്കും ഇരുട് വരുള്ളൂ. ഇപ്പോൾ 8:30 മണിയായിട്ടും ഇവിടെ ഇപ്പം വൈകുന്നേരം ഏകദേശം ഒരു നമ്മുടെ നാട്ടിൽ 6 മണിക്ക് കിട്ടും. ഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം.